ഹായ് നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ അതിജീവിതയുടെ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. ദിലീപിനെയും ഈ രണ്ടാം പ്രതിയായ മാർട്ടിനെയും സ്വയം വെളുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന ലാഘവത്തോടെയാണ് അയാൾ ഇരുന്ന് ആ കാര്യങ്ങൾ പറയുന്ന വീഡിയോ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇപ്പോൾ അഖിൽമാരാർ കുറെ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അതിനകത്ത് അഖിൽമാരാർ പറയുന്ന ഒരു കാര്യമുണ്ട്. XUV എന്ന് പറയുന്ന ഒരു കാറിനകത്തായിരുന്നു അതിജീവിതയെ പീഡിപ്പിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന കാർ അതായിരുന്നു. അപ്പൊ ഒരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഇങ്ങനെ ഈ XUV ഒരു കാറിനകത്ത് വെച്ചൊരു പീഡനം നടക്കത്തില്ല. അങ്ങനെ നിങ്ങൾ ദിലീപിനെ പ്രതിയാണെന്ന് ന്യായീകരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അതായത് ഒരു ഹസ്ബൻഡാണ് ന്യായീകരിക്കുന്നതെങ്കിൽ വൈഫുമായിട്ടും, അതല്ല വൈഫാണ് ന്യായീകരിക്കുന്നതെങ്കിൽ ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ ഒരു XUV കാറിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു XUV കാറിനകത്ത് പോയിട്ട് ഇതിന്റെ ഒരു ഡെമോ ചെയ്തു നോക്കണമെന്നാണ് ഈ അഖിൽമാരാർ പറയുന്നത്. അങ്ങനെ ക്യാഷ് കിട്ടാൻ വേണ്ടി എന്തും ഉളുപ്പില്ലാത്ത കാര്യങ്ങളും വന്നിരുന്ന് പറയുമ്പോൾ അഖിൽമാരാർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഡെമോ കാണിക്കാൻ അത്ര ചെറുതായ ഒരു വിഷയമല്ല താൻ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഈ ലോക നീതിമാൻ എന്ന് പറയുന്ന അഖിൽമാരാർ മനസ്സിലാക്കിയാൽ നന്ന്. കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസിനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു കേസ് ആദ്യമായിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഡെമോ ചെയ്തു നോക്കാൻ പറയാൻ തനിക്ക് ഉളുപ്പില്ലായിരുന്നോ എന്നാണ് ഞാൻ അഖിൽമാരോട് ഡയറക്റ്റ് തന്നെ ചോദിക്കുകയാണ്. തനിക്ക് ഉളുപ്പില്ലായിരുന്നോടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാഹുൽ ഈശ്വറാണ് പണ്ട് ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. രാഹുൽ ഈശ്വർ അകത്തായതുകൊണ്ടായിരിക്കും അഖിൽമാരാർക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടാകും. ആ കിട്ടിയത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചോണ്ട് വേണം വന്നിരുന്ന് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഡെമോ കാണിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ വാദിക്കാനും സംസാരിക്കാനും ഒക്കെ. കാരണം തന്റെ വീട്ടിലും ഇരിപ്പോണ്ട് 2 പെൺകുട്ടികൾ, തന്റെ 2 പെൺകുട്ടികളുടെ അച്ഛനായ തനിക്ക് ഉളുപ്പില്ലേ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് അഖിൽമാരാരോട്. പിന്നെ ഒരു കാര്യം മാത്രമല്ല, വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ആരുടെ കയ്യിൽ നിന്നായാലും പണം വാങ്ങിയിട്ട് ന്യായീകരിക്കുമ്പോൾ തനിക്കും 2 പെൺകുട്ടികളും ഒരു ഭാര്യയും ഉണ്ടെന്ന് ഓർക്കുക, സൂക്ഷിച്ച് നോക്കിയിരിക്കുക. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് തിരിച്ചടിക്കുന്നത് ഏത് സമയത്ത് ആർക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. താൻ ആര് ന്യായീകരിച്ചാലും കുഴപ്പമില്ല. കാരണം ഇത് ദിലീപിനെ തന്നെ ന്യായീകരിക്കുന്നതാണ്, അഖിൽമാരെ ന്യായീകരിക്കുന്നതാണെന്ന് നമുക്ക് വീണ്ടും മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ മറ്റ് 6 പ്രതികളെ ശിക്ഷിച്ചില്ലയോ, പിന്നെ നിങ്ങൾ ദിലീപിനെ വെറുതെ വിട്ടതിന് എന്തിനാണ് വീണ്ടും കോടതിയെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അഖിൽമാരാർ തന്റെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മാർട്ടിൻ എന്ന പ്രതിക്കും 20 വർഷം തടവ് നൽകി ശിക്ഷിച്ച ഒരു പ്രതിയാണ്. ഈ മാർട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് ഇൻസ്റ്റാ പേജിൽ വന്നിട്ട് അഖിൽമാരാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മാർട്ടിന്റെ വീഡിയോ പോയി കണ്ടിട്ട് ദിലീപിനെ വന്ന് കുറ്റം പറയാൻ പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ തന്റെ പേജിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ തനിക്ക് ആ സമയത്ത് ഈ കോടതി മാർട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു പ്രതിയാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്നത്. ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി പറഞ്ഞപ്പോൾ അതിന് ദിലീപിനെ കുറ്റക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാരെ കുറ്റം പറയുന്ന അഖിൽമാരാർക്ക് കോടതി തന്നെ വീണ്ടും കുറ്റക്കാരനാണെന്ന് ശിക്ഷിച്ച ഈ പ്രതിയെ, അതായത് ഈ മാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ? അപ്പൊ അതൊരു ഇരട്ടത്താപ്പില്ലേ? ഒരേ വിഷയത്തിൽ 2 കാര്യങ്ങൾ പറഞ്ഞുള്ള ഈ ഇരട്ടത്താപ്പ് കാണിക്കാൻ അഖിൽമാരാർക്ക് തനിക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിജീവിതയ്ക്കെതിരെ വീഡിയോ ഇടുന്ന കുറെ ആൾക്കാർ നമ്മുടെ യൂട്യൂബിലുണ്ട്. കാരണം ദിലീപിനെയും മറ്റുള്ളവരെയൊക്കെ, ദിലീപിനെയോ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്താ പറയുന്നത്, കുറ്റം പറയാനായിട്ട് അവരൊക്കെ സൂക്ഷിക്കുക. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ കേസിലെ 2ാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കും. വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായും വ്യക്തിഹത്യക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ പരാതിയിലാണ് കേസ്. മുഖ്യമന്ത്രിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനെന്ന ഈ കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതി നടത്തിയ വാസ്തവ വിരുദ്ധവും അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ പങ്കുവച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും പോലീസിന്റെ റഡാറിലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ പങ്കുവച്ചവരിൽ ചിലർ സാമൂഹ്യ നിരീക്ഷകരായി നടക്കുന്നവരാണ്. അതിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ഈ 8ാമത്തെ പ്രതിയായ ദിലീപ് അനുകൂലി എന്ന രീതിയിൽ അഭിമാനപൂർവ്വം നടക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് നമുക്ക് പെടുത്തുന്ന ഒരു കാര്യമേ ഉള്ളൂ. നാട്ടിലെ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. പ്രതി പറയുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മാർട്ടിൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് കോടതി തന്നെ സ്ഥാപിച്ചതിനു ശേഷവും ഇപ്പോൾ അതിജീവിക്കെതിരെ തുടരുന്ന ഈ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഇങ്ങനെ നടന്ന ഒരു പീഡനത്തെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയും മറ്റുള്ള ഗൂഢാലോചന നടത്തിയ ടീം, അത് ആരോ ആയിക്കോട്ടെ, ആ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വാദിക്കുകയും ചെയ്യുമ്പോൾ ഇത് മോശക്കാരിയാക്കുന്നത് അതിജീവിതയാണ്. അങ്ങനെ അതിജീവിതയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ ആര് എന്ത് വീഡിയോ ചെയ്താലും അവരെ ക്രോസ് വാച്ച് ചെയ്യാനായിട്ട് പോലീസുണ്ട്. അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകും. അത് ആലോചിച്ചുകൊണ്ടിരുന്ന അഖിൽമാരാരും മറ്റുള്ളവരും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ
അത് അതിജീവിതയെ മോശപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും എന്നറിഞ്ഞു ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ലൈക്ക് ചെയ്യും, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.